അച്ഛൻ അമ്മായൻ്റെ അച്ചു 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 2008 ജീവിതം മാറ്റിമറിക്കും, കാഴ്ചപ്പാടുകൾ തിരുത്തി കുറിക്കും. അവ മറക്കാനാവാതെ മനസ്സിൽ കനലായി എരിയും. ഞാൻ എഗ്രി ചെയ്യുന്നു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ. 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ അവരെ ആദ്യമായി കാണുന്നത്. ശാലീനമായ മുഖം, വിടർന്ന കണ്ണുകൾ. ആ നോട്ടം എൻ്റെ ഹൃദയത്തിലെവിടെയോ കൊളുത്തി വലിച്ചതുപോലെ തോന്നി. നീ എന്തോ നിക്കടാ ഹൃദയത്തിൽ എവിടെ? ചെറിയ പയ്യനല്ലേ, ഒരു 15 വയസ്സ് അല്ലെങ്കിൽ 16 വയസ്സ്. കൊച്ചിയിലാണല്ലേ? അങ്ങനൊരു സ്ഥിരം നാടൊന്നും ഉണ്ടായിരുന്നില്ല ചേച്ചി. വളരെ ചെറിയ പയ്യൻ. റെയിൽവേസിലായിരുന്നു ജോലി. ഇത് അപ്പുറത്തെ വീട്ടിൽ താമസത്തിന് വന്ന ജോർജിന്റെ വൈഫാ. സോറി, പേര് ഞാൻ മറന്നു. ഫ്ലോറ. ആ, ഫ്ലോറ ജോർജ്. അധികം കേൾക്കാത്ത പേര്. ആ ഷോർട്ട് ഫിലിമിന്റെ പേര് പറയാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം. ഒരു നിമിഷം ആ കണ്ണുകളിലേക്ക് നോക്കി എല്ലാം മറന്ന് ഞാൻ നിന്നുപോയി. ഒരു പ്രത്യേക സുഗന്ധമായിരുന്നു അവർക്ക്. അതവനെങ്ങനെ കണ്ടുപിടിച്ച്? നീ എന്താ ആലോചിച്ചു നിൽക്കുക? ചോദിച്ചു കേട്ടില്ലേ? ഞാനൊക്കെ കളി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ മൊത്തം എൻ്റെ വിയർപ്പിൻ്റെ മണം മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. സെൻറ് ജോൺസ് കോളേജ് അല്ല, സെൻറ് ജോൺസ് സ്കൂളിൽ. രണ്ടുപേരും ഒരേ കോളേജിലാണ് പഠിച്ചതെന്നറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഫ്ലോറയോട് സംസാരിക്കാൻ കൂടുതൽ താല്പര്യമായി. ഫ്ലോറയെക്കുറിച്ച് അറിയാൻ ഒരു കാര്യം പറയട്ടെ, ഈ പണ്ടത്തെ റേഡിയോ FM ഒക്കെ കേട്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ എന്നിട്ട് പറയാം, രാത്രി വരുന്ന കുറച്ച് ഷോകളുണ്ട് അതിൽ, FM-ൽ. അതിൽ സംസാരിക്കണ പോലെയാണ് ഇവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുമാതിരി ഒരു ഷോ ഉണ്ടായിരുന്നു ഞാൻ കേൾക്കാറുള്ളത് ചെറുപ്പത്തിൽ, സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ. എന്താ ലവ് ബൈറ്റ്സ് എന്നായിരുന്നു തോന്നുന്നുണ്ട് അതിൻ്റെ പേര്. അതിൽ പറയണ പോലെ രാത്രി ഇങ്ങനെ അവളുടെ കണ്ണുകളിലേക്ക് ഞാൻ ഒരു നിമിഷം ഇങ്ങനെ നോക്കി നിന്ന് പോയി. അയ്യോ. അപ്പോൾ അതിന് മറുപടിയായിട്ട് അവളും പറയും, എന്തായാലും ഭയങ്കര ഫീലോടുകൂടി, ഒരു നിമിഷം ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്ന് പോയി. പഴയ കഥ പറയണ പോലെ ഉണ്ടല്ലോ. എനിക്ക് ബോറടിക്കേണ്ടിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു ടോൺ കേൾക്കുമ്പോൾ. പണ്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കണ്ടുമുട്ടിയ നാളു മുതൽ എൻ്റെ ശ്രദ്ധ മുഴുവൻ ഫ്ലോറയിലായിരുന്നു. എൻ്റെ ശ്രദ്ധ മൊത്തം ഫോണയിലായിരുന്നു. എങ്ങനെയുണ്ട് ആക്ച്വലി? ചേച്ചിക്ക് ഫ്ലോറ എന്ന പേര് ആരാട്ടെ? പപ്പയിട്ട പേര്. പപ്പയ്ക്ക് ഗാർഡനിങ് ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ പൂക്കളുടെയും വസന്തകാലത്തിന്റെയും ഗ്രീക്ക് ദേവതയുടെ പേര് തന്നെ. കമന്റ് പറയാനില്ല, എന്തിനാ വെറുതെ? അത്രയും കോമൺ പേരല്ലാത്തോണ്ട് സ്കൂളിലും കോളേജിലൊക്കെ ഒരുപാട് കളിയാക്കല് കിട്ടിയിട്ടുണ്ട്. സ്വന്തം അച്ഛനും അമ്മയില്ല, അല്ലാണ്ട് അയൽവാസികളൊന്നും പേരിടില്ലല്ലോ. എന്ത് പറയും ഞാൻ? എനിക്കൊരു ഐഡിയ ഇല്ല എന്താ പറയണമെന്നുള്ളത്. ഒരു പഴയ ബുക്ക് റീഡിങ് കേട്ടിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും? ഈ ബുക്കൊക്കെ വായിച്ചു കൊടുക്കുന്നത് ഇതേപോലെയാണ്. നറേറ്റ് ചെയ്യണത് ഈ ഒരു ശൈലിയിലാണ് നറേറ്റ് ചെയ്യുക എപ്പോഴും. പണ്ടെപ്പോഴും ഞാൻ ആരോ വായിച്ച് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ടൈമിൽ ഇതേപോലെയാണ് സംസാരിക്കുക. കറക്റ്റ് അവർ പറയണ പോലെ പറയണ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഫീലാണ് ഇതിലേക്ക് കിട്ടണത്. എനിക്കൊരു ഷോർട്ട് ഫിലിം കാണുന്ന ഒരു ഫീല് കിട്ടണില്ല, എന്തോ ബുക്ക് വായിച്ചു കൊടുക്കുന്ന ഒരു ഫീല് കിട്ടണേ. ഇത് അവൻ തന്നെയാ. മറ്റേ വേഷത്തിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊരുമാതിരി ഫിൽറ്ററാണോ മേക്കപ്പ് ആണോ? അതെൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണോ? ഇത് കാണുമ്പോൾ എനിക്ക് വേറെ കുറച്ച് ഫിലിമുകളാണ് ഓർമ്മ വരുന്നത്, പക്ഷെ അത് പുറത്ത് പറയാൻ പറ്റില്ല. യു നോ വാട്ട് ഐ മീൻ. ഓസ്ട്രേലിയയിൽ നിന്ന് നിന്റെ വല്യച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ +2 കഴിഞ്ഞാൽ ഡിഗ്രി അവിടെ നോക്കാമെന്നാണ് നിന്റെ വല്യച്ഛൻ പറയണേ. താമസവും കാര്യങ്ങളൊക്കെ പുള്ളി അറേഞ്ച് ചെയ്തോളാന്നും പറഞ്ഞു. എന്തിന്? അതിനൊക്കെ ഒരുപാട് കാശാവില്ലേ? കാശിന്റെ കാര്യങ്ങളൊന്നും ഓർത്ത് നീ പേടിക്കണ്ട. ഒരു 30 ലക്ഷം ഈസി. പകുതി വല്യച്ഛൻ ഏറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെന്നേ, ബാക്കി പകുതി അച്ഛൻ നോക്കിക്കോളാം. മോനെ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നീ ഈ കൊല്ലം എല്ലാം മറന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ട് പോകണവരുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഇതൊക്കെ അടയ്ക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, അതും കൂടി ആലോചിച്ചിട്ട് വേണം പോവാൻ. അന്ന് ഒരു ഒഴിവ് ദിവസമായിരുന്നു. ഞാൻ പറയാം. അയ്യോ, പയ്യന്
ഒരു കോളേജിൻ്റെ വരാന്തയിലൂടെ ഞാൻ ഐശ്വര്യൊപ്പം നടന്നു. സെയിം ടോണല്ല അവൻ പറഞ്ഞേ, അല്ലേ അല്ലേ? അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോഴാണ് സത്യം പറയുന്നത് എന്താണെങ്കിൽ 2007 2007 അല്ല 2012. അപ്പോൾ അതോ 11 അതോ 10 11 ഇവൻ അടി മേടിക്കാനുള്ള പോക്കാണ്. അതും പോലീസുകാരൻ്റെ വീട്ടിലേക്ക്. തൂങ്ങിച്ചാവുന്നത് കാണോ? ഇല്ല, അപ്പം അതല്ല. സീൻ പിടിക്കാൻ പോയതാണല്ലോ, ബാക്കിൽ നിന്ന് ആരെങ്കിലും വിളിക്കേണ്ടതാണല്ലോ. ഇത് ഞാൻ ഉദ്ദേശിച്ചൊരു ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തല്ലിയ വല്ല പാടങ്ങനെ ഉണ്ടാവും ബാക്കിൽ. What the fuck? Oh my god. സൈക്കോ, ഒരു സൈക്കോ ലെവൽ സ്റ്റോറിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല വേദനയായിരിക്കും. അതുപോലെ ആൾക്കൊരു അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? ആളുടെ പെരുമാറ്റം എങ്ങനെയാണാവോ? എങ്ങനെയാകുമോ? ഓക്കെ, കറക്റ്റാണ്. ഈ ആർമി, പോലീസ് അങ്ങനെയുള്ള ഇതുകളിൽ വർക്ക് ചെയ്തവർക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു സ്വഭാവം വരാൻ ചാൻസ് കൂടുതലാണോ? നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. അപ്പോൾ എന്തായാലും ഓടിപ്പോണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആഴ്ചകൾ കടന്നുപോയി. എനിക്ക് ഇവൻ ഈ നരേഷൻ ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ. പക്ഷേ ആഴ്ചകൾ കടന്നുപോയി. അത് എഴുതി കാണിച്ചാൽ മതി. ഇനി അടുത്ത ഷോർട്ട് ഫിലിമിൽ എഴുതി കാണിക്കാൻ പാടുള്ളൂ, പറയാൻ പാടില്ല. ഓക്കെ, ഒരിക്കലും പറയരുത്. ഫോണാ? ആ രാത്രി ഫ്ലോറയുടെ ഗർഭം അലസിപ്പോയിരുന്നു. ഫോൺ അവിടെ പറഞ്ഞ പോലെ എൻ്റെ റിസൾട്ട് വന്നു. നല്ല മാർക്കുണ്ട്. ഇവന്റെ നരേഷൻ. അച്ഛൻ എന്നെ ഓസ്ട്രേലിയയിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. പിന്നാലെ ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള എടാ, നീ സ്റ്റോറി വായിക്കണം, നിർത്തടാ. ആ ഒരു സീനിന്റെ ആ ഒരു വാല്യൂ പോണു എൻ്റെ മനസ്സിൽ. ഇന്ന് രാത്രി 1 മണിക്ക് എൻ്റെ വീട്ടിലേക്ക് വരണം. വീടിൻ്റെ പുറകുവശത്തെ വാതിൽ അടച്ചിടാതെ ഞാൻ കാത്തിരിക്കും. ഇങ്ങനെയാണോ കുറേ പേര് ഇങ്ങനെ, അതായത് ഒരുപാട് വയസ്സ് താഴെയുള്ള ചെക്കൻ്റെ കൂടെ ഓടിപ്പോയി, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ വാർത്തയിലൊക്കെ കാണുന്നത്? ഇസ് ഇറ്റ്? എന്നെക്കുറിച്ച് ഓർത്ത് നിനക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടല്ലേ? അന്ന് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നീ എന്നെ നോക്കി കരയുന്നത് ഞാൻ കണ്ടു. കൊച്ചുകുട്ടിയായതുണ്ടോ? പ്രശ്നമില്ല. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. കേരളത്തിൻ്റെ സംസ്കാരം. ഓക്കെ, എപ്പോഴും ഓർക്കണം. നിവിൻ പോളി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? കഴിഞ്ഞില്ല അല്ലേ? ഞാൻ ഷോർട്ട് ഫിലിം കഴിഞ്ഞു വന്നു. പ്രായപൂർത്തിയാവാത്തവരൊന്നും ഈ സീനൊന്നും കാണാൻ പാടില്ല, പറഞ്ഞില്ല എന്ന് വേണ്ട. എല്ലാം കണ്ടുപത്തിക്കോ. ഒരു ജ്യൂസിൽ എന്തെങ്കിലുമൊക്കെ കലക്കി കൊടുക്കേണ്ടത് എന്തിനാണത്? വെറുതെ സമയം കളയാനായിട്ട്. ചോറിൽ കലക്കി കൊടുത്താ 1.5 വർഷങ്ങൾക്ക് ശേഷം അവരിവിടെ നിന്ന് പോയിട്ടാ. 1.5 വർഷം. 1.5 വർഷത്തിനുള്ളിൽ തിരിച്ചു വന്നവൻ. നീ അത് അറിഞ്ഞില്ലായിരുന്നല്ലേ? ആ ജോർജ് മരിച്ചുപോയി. നീ പോയിട്ട് 3-4 ജ്യൂസ് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ജ്യൂസ് അല്ലെങ്കിൽ ചോറ് ഉറപ്പാണ്. ആ പിന്നെ പോകുന്നതിന് മുമ്പ് അവൾ നിനക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റോ? ചെടി പറയാൻ വരികയായിരുന്നു, ചെടിയായിരിക്കുന്നു. ഈ മദ്യത്തിൽ വിഷമൊക്കെ കലക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ വല്ല പ്രയോജനം ഉണ്ടോ? കുറേ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കാനുണ്ട്, എനിക്ക് ആവശ്യം വരും. അപ്പോൾ അവൾ ഒരുപാട് നാൾ മുമ്പേ പ്ലാൻ ചെയ്യണതന്നെയല്ലേ ഇത്? അറിയാലോ. എന്നാൽ ഈ ചെടി തന്നെ എന്തിനാണാവോ അവന് ഗിഫ്റ്റ് കൊടുത്തത്? ഭാവിയിൽ ആവശ്യം വരുന്ന വിചാരിച്ചിട്ടാണോ? ആണ് അവൾ പറയാതെ പോയത്. ഓൾസോ നോൺ ആസ് ആക്വനൈറ്റ്. മോം
ലോങ്സ് ഹോം, വോൾസ് ബെയിൻ, ഓ വൂൾസ്പേ എനിക്കറിയാം. മൺസ് പെയിൻ. ഓ, അതൊക്കെ അവൻ നെറ്റിലെടുത്ത് നോക്കിയ. ഫ്ലോറ അങ്ങനെ ചെയ്യൂ? ഉറപ്പായിട്ടും ചെയ്യും. ഹലോ, അപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ അവസാനം എത്തിയപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത്. ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയാൻ മറന്നു എന്നുള്ള കാര്യം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പോവാം. പെട്ടെന്ന് എൻ്റെ ഈ വീഡിയോ നല്ലൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അതിൽ ആ ഒരു നരേഷൻ പോർഷൻസ്, അവനത് വോയിസ് ഓവർ ചെയ്ത് പറയണ ആ പോർഷൻസ് മാത്രമേ എനിക്ക് ഒരു ഭയങ്കര ഒരു ക്രിഞ്ച് ടൈപ്പായിട്ട് തോന്നി. അത് മാത്രം എനിക്ക് ദഹിച്ചില്ല അത്രയ്ക്ക്. ബാക്കി ഒക്കെ അതിൻ്റെ കോണ്ടന്റ് ആണെങ്കിലും അവരത് എക്സിക്യൂട്ട് ചെയ്ത രീതിയാണെങ്കിലും എന്താണെങ്കിലും നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കുക എല്ലാവരും, കാണാത്തവർ. ഫ്ലോറ എന്നാണ് ആ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം അവിടെ പറയാം. അവിടെ പറഞ്ഞാൽ മതി, ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ, സജഷൻസ് എന്താണെന്നുണ്ടെങ്കിൽ അതും കമൻ്റ് ആയിട്ട് പറയാം. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ, ഈ ഒരു റിയാക്ഷൻ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. ആൻഡ് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് കൂടുതൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ തോന്നിയ ഷെയറും ചെയ്തേക്കാം. അപ്പോൾ 3 കാരണങ്ങൾ ഞാൻ തന്നിട്ടുണ്ട്: ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാനും. അത് 3 നിങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നിയാൽ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.